മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनमते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബിയേ. ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി കോപം പൂണ്ടു ശുംഭന്മാരെ വധിക്കാനായിട്ടുള്ളതായിട്ടുള്ള ശ്രമത്തിലാണ് ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ദേവി ഓരോരോ ഈ ദേവന്മാരും അവരവരുടെ ശക്തിയെ അവരുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞു. ശിവൻ്റെ ശക്തിയെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ ആ മാഹേശ്വരി എന്നുള്ള ദേവിയായിട്ട് ആ ശക്തി ദേവിയുടെ സമീപത്തെത്തി. വൈഷ്ണവി എന്നുള്ളതായിട്ടുള്ള ദേവിയായിട്ട് വിഷ്ണുവിൻ്റെ ശക്തി. ഇങ്ങനെ ഓരോരോ ഈശ്വരന്മാരുടെ ശക്തികളും അതാത് ദേഹങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് യുദ്ധത്തിന് തയ്യാറായി നിന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യജ്ഞവാരാഹമതുലം രൂപം യാ ബിഭ്രതോ ഹരേഃ ശക്തി സാപ്യയയോ തത്ര വാരാഹീം ബിഭ്രതീ തനും. വാരാഹിയായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട്, വരാഹത്തിൻ്റേതായിട്ടുള്ള ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട്, രൂപത്തെ ധരിച്ചുകൊണ്ട്, വാരാഹീം വരാഹസംബന്ധിയായ വരാഹത്തിൻ്റേതായ വിഷ്ണുവിൻ്റെ വരാഹ അവതാരം, പത്നിയുടെ അവതാരം, ആ ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചതായിട്ടുള്ള വരാഹരൂപം, പത്നിയുടെ രൂപം, ആ രൂപത്തിൽ ഒടുക്കം ആ യജ്ഞപുരുഷനായിട്ടാണ് വരാഹ അവതാരത്തെ പറയണത്. യജ്ഞപുരുഷനായിട്ടുള്ളതായിട്ടുള്ള സങ്കല്പമാണ് വരാഹാവതാരത്തിൽ. അപ്പം അതാണ് അവിടെ യജ്ഞവാരാഹമതുലം എന്ന് പറയുന്നത്. ആ യജ്ഞരൂപമായിട്ടുള്ള വരാഹരൂപമായിട്ട്, യജ്ഞവരാഹരൂപനായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപം ധരിച്ചുകൊണ്ട്, യജ്ഞവാരാഹ അതുലം തുല്യതയില്ലാത്തതായിട്ടുള്ള ആ രൂപത്തെ ധരിച്ചുകൊണ്ട്, രൂപം യാ ബിഭ്രത ഹരേഹ രൂപം ബിഭ്രത ഹരിയുടെ രൂപം ധരിച്ചുകൊണ്ട്, വിഷ്ണുവിൻ്റെ രൂപം ധരിക്കുന്നതായിട്ടുള്ള ആ വരാഹരൂപം ധരിച്ചതായിട്ടുള്ള ശക്തി, യാ ആരാണോ ആ രൂപത്തെ, ഹരേഹേ രൂപം ബിഭ്രത ഹരിയുടെ വരാഹരൂപമായിട്ടുള്ള ആ രൂപത്തെ ധരിച്ചുകൊണ്ട്, സാ അപി ആ ശക്തിയും ആയയോ വന്നു. ആ യാധാതു ആണ്, ആയയോ വന്നു എന്നാണ്. തത്ര അവിടെ എത്തി. വാരാഹീം ബിഭ്രതി തനും, വാരാഹീം തനും ബിഭ്രതി വരാഹമൂർത്തിയുടെ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട്, പന്നിയുടെ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട്, ആ വരാഹമൂർത്തിയിൽ നിന്ന് വന്നതായിട്ടുള്ള ആ ശക്തിയും അവിടെ എത്തി എന്നാണ്. ആ ശക്തിയുടെ പേരാണ് വാരാഹി എന്നുള്ളതായിട്ടുള്ള പേര്. ഇനി നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതി സദൃശം വപു പ്രാപ്താ തത്ര സരാക്ഷേപാക്ഷിപ്ത നക്ഷത്രസംഹതി. നാരസിംഹി എന്നുള്ളതായിട്ടുള്ള ദേവി, അതായത് നരസിംഹത്തിൻ്റെ ശക്തി ആയിട്ടുള്ള, നരസിംഹരൂപമായിട്ടുള്ള ഭഗവാന്റെ ശക്തിയായിട്ടുള്ള നാരസിംഹി എന്നുള്ളതായിട്ടുള്ള ദേവി, നരസിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ശക്തി. നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതി സദൃശം വപു, നൃസിംഹത്തിൻ്റെ സദൃശമായിട്ടുള്ള രൂപത്തെ, വപുസിനെ ധരിച്ചുകൊണ്ട്, നൃസിംഹസ്യ സദൃശം നരസിംഹത്തിൻ്റെ സദൃശമായിട്ടുള്ള സാദൃശ്യമുള്ളതായിട്ടുള്ള വപുസിനെ, ശരീരത്തെ, ബിഭ്രതി ധരിക്കുന്നവളായിട്ട്, പ്രാപ്ത തത്ര അവിടെ എത്തിച്ചേർന്നു, ദേവിയുടെ സമീപത്തും അംബികയുടെ സമീപത്ത് എത്തിച്ചേർന്നു എന്നാണ്. സടാക്ഷേപ അക്ഷിപ്ത നക്ഷത്ര സംഹതി. എങ്ങനെയാണ്? സടാക്ഷേപം കൊണ്ട്, തൻ്റെ സടകൾ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ആ സടകൾ കൊണ്ട്, ആക്ഷിപ്ത നക്ഷത്ര സംഹതി, നക്ഷത്ര സമൂഹത്തെ ആക്ഷിപ്തമാക്കിക്കൊണ്ട്, അതിനെ തട്ടിമാറ്റിക്കൊണ്ട്, നക്ഷത്ര സമൂഹങ്ങളെയൊക്കെ തൻ്റെ സടകൾ കൊണ്ട് തട്ടിമാറ്റി, അതായത് അത്ര വലിയതായിട്ടുള്ള രൂപം ധരിച്ചു എന്നാണ് പറയുന്നത്. സടാക്ഷേപം കൊണ്ട് നക്ഷത്ര സമൂഹത്തെ ആക്ഷിപ്തമായി തള്ളി മാറ്റിക്കൊണ്ട്, ആ നരസിംഹരൂപം ധരിച്ചതായിട്ടുള്ള നാരസിംഹി എന്നുള്ളതായ ഭഗവാന്റെ ശക്തി അവിടെ എത്തിച്ചേർന്നു എന്നാണ്. ഇനി വജ്രഹസ്താ തഥാ ചൈന്ദ്രീ ഗജരാജോപരി സ്ഥിത
പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സാ വജ്രഹസ്ത തഥാ വജ്രം കയ്യിൽ പിടിച്ചുകൊണ്ട് വജ്രഹസ്ത വജ്രായുധം ദേവേന്ദ്രൻ്റെ വജ്രായുധം കയ്യിൽ വെച്ചുകൊണ്ട് ആ വജ്രഹസ്ത വജ്രായുധം കയ്യിൽ വെച്ചുകൊണ്ട് തഥാച ഐന്ദ്രീ ഇന്ദ്രൻ്റേതായിട്ടുള്ള ശക്തി. അപ്പോൾ ഇന്ദ്രൻ്റേതായിട്ടുള്ള ശക്തി വജ്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരണത് എന്നാണ്. വജ്രായുധം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഗജരാജോപരി സ്ഥിത ഗജരാജൻ്റെ മുകളിൽ ഐരാവതത്തിൻ്റെ മുകളിലാണ് ഈ ഐന്ദ്രി എന്നുള്ളതായിട്ടുള്ള ആ ദേവി, ഇന്ദ്രൻ്റെ ശക്തിയായിട്ടുള്ള ഐന്ദ്രി എന്നുള്ളതായിട്ടുള്ള ദേവി ഗജരാജൻ്റെ ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് എത്തിയത് എന്നാണ്. ഗജരാജോപരി സ്ഥിത ഗജരാജാവ് ഐരാവതത്തിൻ്റെ ഉപരി മുകളിൽ ഇരുന്നു കൊണ്ട് ഐരാവതത്തിലേറിക്കൊണ്ട് പ്രാപിച്ചു സഹസ്രനയന 1000 കണ്ണുകൾ. ദേവേന്ദ്രന് 1000 കണ്ണുകളാണല്ലോ. അതുമാതിരി ആ ദേവേന്ദ്രൻ്റെ ശക്തിയായിട്ടുള്ള ഇന്ദ്രിയ ശക്തിക്കും 1000 കണ്ണുകളുണ്ടായിരുന്നു എന്നാണ്. സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സാ ശക്രനെ പോലെ തന്നെ ദേവേന്ദ്രനെ പോലെ തന്നെ ആ ഇന്ദ്രിക്കും അതിനപ്പുറത്താണ് 1000 കണ്ണുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ദേവേന്ദ്രൻ്റെ മാതിരി തന്നെ ആയിരുന്നു. വജ്രം കയ്യിലുണ്ട്, വജ്രായുധം കയ്യിലുണ്ട്. അങ്ങനെ ഐന്ദ്രി എന്നുള്ളതായിട്ടുള്ള ആ ദേവിയും ഇന്ദ്രൻ്റെ ശക്തിയായിട്ടുള്ള ഐന്ദ്രി എന്ന ദേവിയും അവിടെ എത്തി എന്നാണ്. തത പരിവൃതസ്താഭിരീശാനോ ദേവശക്തിഭി ഹന്യന്താമസുരാ ശീഘ്രമായ ഇത്യാഹ ചണ്ഡികാം തതഃ. അനന്തരം, അതായത് ഈ ദേവശക്തികളൊക്കെ അവിടെ എത്തി എന്ന് പറഞ്ഞു. തതഃ അനന്തരം പരിവൃതസ്ഥാഭിഹി അവരാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ള ഈശാനഹ മഹാദേവൻ ചണ്ഡികാം ആഹാ ചണ്ഡികയോട് പറഞ്ഞു. ഈശാനൻ ഇവരൊക്കെ ഈശാനൻ്റെ ഒപ്പമുണ്ട്, മഹാദേവനും ഉണ്ട് എന്നുള്ളതാണ്. ആ മഹാദേവൻ അപ്പോൾ ഇവരൊക്കെ വന്ന് തൻ്റെ ചുറ്റും നിന്നപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒപ്പം നിന്നിട്ട് ആ ഈശാനൻ മഹാദേവൻ ചണ്ഡികയോട് പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? ഈശാനോ ദേവശക്തിഭിഹി പരിവൃത ദേവശക്തികളാൽ ചുറ്റപ്പെട്ടതായ ഈശാനൻ. ഈ ദേവശക്തികൾ ഓരോരോ ദേവശക്തികളെയും പറഞ്ഞല്ലോ. ആ ദേവശക്തികളെ കൊണ്ട് ചുറ്റപ്പെട്ടതായ മഹാദേവൻ ശിവൻ ഈശാനൻ ചണ്ഡികാം ആഹാ ചണ്ഡികയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹന്യന്താം അസുരാഹ ശീഘ്രം ആയാഹി ഇതി ആഹാ. ഹന്യന്താം അസുരാഹ ശീഘ്രം ഹന്യന്താം വേഗത്തിൽ തന്നെ ആ അസുരന്മാരെയെല്ലാം വധിച്ചാലും അസുരന്മാർ വധിക്കപ്പെട്ടാലും വേഗം അസുരന്മാരെയൊക്കെ കൊന്നോളൂ. ഇതാ ശക്തി സഹായത്തിനായിട്ട് ഇവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഹന്യന്താം അസുരാഹ ശീഘ്രം ആയാഹി വരൂ, ഇനി പുറപ്പെടാം അസുരന്മാരെ വധിക്കാനായിട്ട്. ആയാഹി വന്നാലും ശീഘ്രം വേഗം വന്നാലും ഇനി അസുരന്മാരെയൊക്കെ വധിക്കാമെന്ന് ഈശാനൻ ചണ്ഡികയോട് പറഞ്ഞു എന്നാണ്. അതായത് ഈ ശക്തികളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈശാനൻ ചണ്ഡികയോട് പറഞ്ഞു, ഇനി വരൂ വേഗത്തിൽ അസുരന്മാരെയൊക്കെ വധിക്കാം എന്ന് പറഞ്ഞു ഈശാനൻ എന്നാണ്. തതോ ദേവീ ശരീരാത്തു വിനിഷ്ക്രാന്ത അതിഭീഷണ ചണ്ഡികാശക്തിരത്യുഗ്ര ശിവാശതനിനാദിനി. ഇനി അപ്പോൾ ആ സമയത്ത് തതഃ അനന്തരം ദേവീ ശരീരാത്തു ദേവിയുടെ ശരീരത്തിൽ നിന്ന്, അതായത് ചണ്ഡികയുടെ ശരീരത്തിൽ നിന്ന് വിനിഷ്ക്രാന്ത പുറത്തേക്ക് വന്നു. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ ഈ ദേവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ആരാണ് പുറത്തേക്ക് വന്നത്? വിനിഷ്ക്രാന്ത അതിഭീഷണയായിട്ടുള്ള അത്യധികം ഭീഷണസ്വരൂപമായിട്ടുള്ള ചണ്ഡികാശക്തി, ചണ്ഡികയുടെ ശക്തി പുറത്തേക്ക് വന്നു എന്നാണ്. ഓരോരുത്തരും അവരവരുടെ ശക്തി പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞുല്ലോ. അപ്പം അതുമാതിരി ഈ ഈശാനൻ ദേവൻ ശിവൻ ഇങ്ങനെ ചണ്ഡികയോട് പറഞ്ഞപ്പോൾ ആ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ചണ്ഡികാശക്തി പുറത്തേക്ക് വന്നു എന്നാണ്. ചണ്ഡികയുടെ ശക്തി പുറത്തേക്ക് വന്നു എന്നാണ്. അത്യുഗ്ര അതിഭീഷണയായിട്ടുള്ള ചണ്ഡികയുടെ ശക്തി, ആ ക്രൂരമായിട്ടുള്ള രൂപം ധരിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അതിഭീഷണ, പേടിച്ച് അരണ്ടു പോകുന്നതായിട്ടുള്ള ശരീരത്തെ ധരിച്ചുകൊണ്ട് ശിവാശതനിനാദിനി, ശിവാശതം 100 കണക്കിനുള്ളതായിട്ടുള്ള
ശിവകളുടെ, ശിവ എന്ന് പറഞ്ഞാൽ കുറുനരി, കുറുനരിയുടെ ശബ്ദത്തോടു കൂടിയതായിട്ടുള്ള ആ ദേവി, ആ നിനാദത്തോടു കൂടി അനവധി കുറുനരികളുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ ദേവി പുറത്തേക്ക് വന്നു എന്നാണ്. ശിവാശത നിനാദിനി, ശിവാശതങ്ങളുടെ നിനാദത്തോടു കൂടി, ആ ശബ്ദത്തോടു കൂടി ആ ദേവിയിൽ നിന്ന് ചണ്ഡികയുടെ ശക്തി പുറത്തേക്ക് വന്നു എന്നാണ്. കുറുക്കുന്നരികളുടെ ഒരിയോടുകൂടി ദേവിയുടെ ശരീരത്തിൽ നിന്നും ശക്തി, ദേവിയുടെ ശക്തി, അതിഭീകരമായിട്ടുള്ള ദേവിയുടെ ശക്തി പുറത്തേക്ക് വന്നു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.